1992 നാടോടി എന്ന് പറഞ്ഞ സിനിമ റിലീസായത്. ടി വിയിലൊക്കെ പണ്ട് എപ്പോഴും കണ്ടിരുന്ന സിനിമയായിരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട ഈ ഫോട്ടോ ഇല്ലേ, ഈ ഫോട്ടോ ഇപ്പോൾ ഓൺലൈനിൽ നല്ലോണം കളിക്കുന്നുണ്ട്. ലാലേട്ടൻ ബാബുവിൻ്റെ അത്ര ഹൈറ്റിൽ കാല് പൊക്കിയതൊക്കെ. ആ കാലഘട്ടത്തിലൊക്കെ ടി വിയിൽ വരുമ്പോൾ വിടാതെ കണ്ടിരുന്ന സിനിമകളിൽ ഒന്ന് തന്നെയാണ് നാടോടിയും. കാരണം നാടോടി എന്ന് പറഞ്ഞ സിനിമയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ലാലേട്ടൻ്റെ ആക്ഷൻ ആണെങ്കിലും ശരി, പാട്ടുകളാണെങ്കിലും ശരി, ഡാൻസും എല്ലാം കൊണ്ടൊരു കിടിലൻ പടം. അന്നൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഈ സിനിമ. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും സിനിമ ഒന്നുകൂടെ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പരിചയപ്പെടുത്താൻ വന്നതാണ് സിനിമ. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ലാലേട്ടൻ ഒരു സ്ഥലം എവിടുന്നോ പെട്ടെന്ന് ഊട്ടിയിലേക്ക് വരുന്നു. അവിടെ ഒരു വലിയ പണക്കാരൻ്റെ കൊച്ചുമകൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അവിടെ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് സിനിമയുടെ കഥ. ശേഷം അവിടെ നിന്ന് രക്ഷിച്ചതിന് ശേഷം അവിടെ ജോലിക്ക് നിൽക്കുന്ന മോഹിനിയുടെ ബാക്ക് സ്റ്റോറി അറിയുന്നു, അവരെ സഹായിക്കാൻ നോക്കുന്നതും അവിടെ നടക്കുന്ന മറ്റ് പല കോൺഫ്ലിക്റ്റുകളിലും ഇടപെടുന്നതൊക്കെയാണ്. സംഭവം രസകരമായി കണ്ടിരിക്കാൻ പറ്റിയ ആ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ഒരു സാധാരണ പടം, ഒരു ലാർജർ ദൻ ലൈഫ് ഹീറോയുടെ ഒരു സ്റ്റോറി. പക്ഷേ ഇപ്പോഴും ഈ സിനിമ നമുക്ക് ബോറടിക്കില്ല, കാരണം പല മൊമെൻറ്റ്സ് ഈ സിനിമയിൽ ഒരുപാട് രസകരമായി പോകുന്നുണ്ട്. ഈ സിനിമയിൽ എനിക്ക് കുറച്ച് ബോറായി ഫീൽ ചെയ്തിരുന്നതെന്ന് പറഞ്ഞൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് സിനിമയിൽ. ലാലേട്ടൻ്റെ ഒരു ഡബിൾ ആക്ഷൻ ആയിട്ടാണ് ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. പക്ഷേ അത് കാണുമ്പോഴും കുറച്ച് സീക്വൻസൊക്കെ കുറച്ച് ഓവറായി തോന്നും, ഭയങ്കര ഡ്രാമാറ്റിക്കായി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതിപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ആ കാലഘട്ടത്തിലൊന്നും അന്നൊരു വിഷയമായിരുന്നില്ല. ആ പാട്ടുകളും ഇതൊക്കെ ആയിട്ട് നമ്മളങ്ങനെ എൻജോയ് ചെയ്ത് പോകുമായിരുന്നു. അതുപോലെ ഈ സിനിമയിൽ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാബു ആൻറ്റണിയുടെ കുറച്ച് എക്സ്പ്രഷൻസ്, ഒരു ചിരിയൊക്കെ ഉണ്ട് ഈ സിനിമ. വേറെ ലെവൽ വില്ലനീസാണ് ഈ പടത്തിലെ. പുള്ളിക്കാരനെ പറ്റി പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ സിനിമ ഇപ്പോൾ എടുത്ത് പറഞ്ഞത്. അതുപോലെ സുരേഷ് ഗോപി വേറെ ലെവലാട്ടോ. പുള്ളിക്കാരൻ്റെ ലുക്കാണെങ്കിലും ശരി, പ്രസൻസ് ആണെങ്കിലും ശരി, അതും അടിപൊളിയാണ്. മൊത്തത്തിൽ പടം നല്ല രസകരമായി കണ്ടിരിക്കാൻ പറ്റിയൊരു അടിപൊളി ആക്ഷൻ മാസ് പടം. ആ കാലഘട്ടത്തിലുള്ള എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട്. ഒരു ഐറ്റം സോങ് ആണെങ്കിലും 2-3 ആക്ഷൻ സീക്വൻസും കുറച്ച് എമോഷൻസൊക്കെ ആയിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക.